പുത്തനാർ എന്ന ടൈറ്റിൽ റോൾ ചെയ്യുന്ന ഒരാളുടെ ഷോൾഡറിൽ എനിക്ക് തോന്നുന്നു ജയസൂര്യ എന്ന കലാകാരൻ ഈ സിനിമയിൽ ടോപ്പ് നച്ച് എനിക്ക് 6 മണിക്കൂറോട്ട് ഇരുന്നാലാണ് ആ ഒരു ഗെറ്റപ്പിലേക്ക് അദ്ദേഹത്തിന് വരാൻ പറ്റും. അത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. ഫിസിക്കലി ജിമ്മന്മാരുടെ വർക്കൗട്ട് പോലെ അല്ല ഇതിൻ്റെ വർക്കൗട്ട് വേണ്ട. വലിയൊരു റിസർച്ച് ടീമുണ്ട് ഇതിന്. അതും എത്രയോ ദിവസങ്ങൾ കാത്തിരിക്കണം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇൻ്റർനാഷണൽ സിനിമകളുടെയൊക്കെ അല്ലെങ്കിൽ നമ്മുടെ മാസ്റ്റേഴ്സായിട്ട് ലെജൻഡറി ആയിട്ടുള്ള സിനിമാറ്റോഗ്രാഫേഴ്സിനൊക്കെ ഒപ്പം നിൽക്കുന്ന രീതിയിലുള്ളൊരു പെർഫോമൻസ് ക്യാമറാമാൻ എന്ന നിലയ്ക്ക് പ്രതീക്ഷിക്കും. അപ്പോൾ അതിനൊരു ഭയങ്കരമായ ധൈര്യവും വേണം. പൊത്തിക്കിരി എന്ന സിനിമയിൽ ആ മെലിഞ്ഞിരിക്കുന്ന ആൾ, മെലിഞ്ഞതിൽ ഒറ്റ വാക്കാട്ടോ, അത്രയും ശോഷിച്ചിരിക്കുന്ന ആളുണ്ടാവണമെങ്കിൽ ഒരു 2 മാസത്തെ 2 മാസം 3 മാസത്തെ ഒരു കഷ്ടപ്പാടാണ്. ഭക്ഷണം കഴിക്കാറിയ അതും ഇത്രയും പ്രിവിലേജായിട്ട് ജീവിക്കുന്ന അത്യാവശ്യം തിരക്കുള്ളൊരു നടനായിരുന്നു. ഓഫ് കോഴ്സ് ജയൻ്റെയും കരിയറിലെ വേറൊരു ലെവലാണ്. പിന്നെ ഇന്റർനാഷണൽ സിനിമയായിട്ടാണ് ഇത് ഇറങ്ങാൻ പോകുന്നത്. വലിയ സിനിമയല്ലേ, ബാക്കിയുള്ള ധാരാളം ആർട്ടിസ്റ്റുകളുണ്ട്, അവരുടെയൊക്കെ ഡേറ്റ് ഒക്കെ നോക്കിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു വലിയ കാസ്റ്റിംഗ് കൂടി ഉണ്ട്. അത് സർപ്രൈസുകൾ ഉണ്ട്, ഗംഭീര സർപ്രൈസുകളുണ്ട്. നമുക്കറിയാം വലിയ കോൺട്രവേഴ്സിക്ക് ആവുകയും പിന്നീട് ഇത് സിനിമയുടെ സ്വാതന്ത്ര്യം ഉപയോഗിക്കാനുള്ളൊരു സ്പേസ് എന്തായാലും സിനിമയ്ക്കുണ്ടല്ലോ. സുരേഷ് ഏട്ടൻ്റെ ഒരു സ്വാഗ് തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാ എലമെന്റ്സും ഉണ്ട് അതിൽ. ജിത്തു ആസ് എ ഡയറക്ടർ പുള്ളിക്കാരൻ്റെ വേ ഓഫ് ബ്രീഫിംഗ് ഉണ്ട്. അപ്പോൾ എന്നോട് ഇതാണ് പരിപാടി എന്ന് പറഞ്ഞു. പിന്നെ ഉള്ളത് ഈ പറയുന്ന പോലെ വിഷ്ണുവിനും എനിക്കൊക്കെ ഉള്ള ടെൻഷൻ, ഇതെന്താണ് പരിപാടി എന്ന്. അതിലൊരു പിവറ്റൽ സാധനം ഞാൻ ചെയ്തിട്ടുള്ളത്. അവിടെ ഒരു കറക്റ്റ് ഒരിടത്താണ് എന്നെ കൊണ്ട് വെച്ചിട്ടുള്ളത്. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. ഈ കത്തനാറിനെ പറ്റിയിട്ട് കുറേ എക്സ്റ്റെൻസീവ്ലി സംസാരിക്കാറുണ്ട് പല സ്ഥലങ്ങളിലും. എന്താ അതിൽ ഇത്ര പ്രതീക്ഷ? ഇപ്പോൾ ഇന്ത്യൻ സിനിമയ്ക്ക് ലോക സിനിമയോട് ലോക സിനിമയ്ക്ക് ഇന്ത്യൻ സിനിമ ഇവിടെ ഉണ്ടെന്ന് കാണിക്കാൻ പറ്റാവുന്ന ഒരു കാർഡ്, ഒരു വിസിറ്റിംഗ് കാർഡ് പോലെ ഈ സിനിമയെ ഉപയോഗിക്കുക. അത്രയും പ്രതീക്ഷയോട് കൂടിയിട്ടൊക്കെ സാർ? അതെൻ്റെ പ്രതീക്ഷയാണ്. അങ്ങനെ ഒരു പ്രതീക്ഷ നമുക്ക് വേണ്ടേ? അത് എൻ്റെ പ്രതീക്ഷയായിട്ട് മാത്രം കണ്ടാൽ മതി. ഞാനൊരു അവസാന വാക്കൊന്നുമല്ല. സിനിമയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അഭിപ്രായം പറയാം. ഞാനങ്ങനെ പറയാൻ കാരണം അതിൻ്റെ ടീം, അതിനിട്ടുള്ള എഫേർട്ട്, അതിൻ്റെ ഡെഡിക്കേഷൻ. രാജീവൻ എന്ന ആ ഡയറക്ടർ, അദ്ദേഹം എത്രയോ സിനിമകൾ, മലയാള സിനിമകളിലല്ല അദ്ദേഹം കൂടുതൽ വർക്ക് ചെയ്തത്. ഇപ്പം അടുത്തിറങ്ങിയ സർവമായാണ്. സർവമായുടെ ആ വീടൊക്കെ അജിയായിരുന്നു എൻ്റെ, അജി കുറ്റ്യാനിയാണ് എൻ്റെ ആ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തത്. രാജീവിൻ്റെ ടീമിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജിയാണ്. അപ്പോൾ അവരൊക്കെ രാമും ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ളത്. അതൊന്ന്. പിന്നെ നമുക്കറിയാം കത്തനാരെ നമ്മൾ വായിച്ചിട്ടുള്ളത് എപ്പോഴാണ്? ഐതിഹ്യമാരുടെ നമ്മൾ 8th 9th സെഞ്ച്വറിയിലെ ചേരചോള ആ കാലഘട്ടത്തിലെ കഥകളാണ് നമുക്ക് പറയാം. കത്തനാരെക്കുറിച്ചും മാറബോയെക്കുറിച്ചും കാന്തളൂർ ശാലയെക്കുറിച്ചും കള്ളിയങ്കാട്ട് നീതിയെക്കുറിച്ചിട്ടും ഒക്കെ നമുക്കറിയാം അല്ലേ? നമ്മുടെ എന്താ പേര്, തുഞ്ചമ്മൻ പോറ്റിയെ കുറിച്ചും ഒക്കെ നമ്മൾ ഐതിഹ്യമാരിൽ വായിച്ചിട്ടുള്ളതാണ് അല്ലേ? അപ്പൊ അതിനൊക്കെ വേറൊരു തരത്തിലുള്ള എലിവേഷൻ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു ചലഞ്ചാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കഥ. വായിച്ചിട്ടുള്ളവർ അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള അന്വേഷണം ഉള്ളവർ, മലയാള ഭാഷ അറിയാവുന്നവർക്ക് എല്ലാവർക്കും ആ കഥ അറിയാം. ഈ തുഞ്ചംപോറ്റി കത്തനാർ കോൺഫ്ലിക്റ്റ് ഉണ്ടോ? കത്തനാറിനകത്ത് തുഞ്ചമല്ല, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കഥകളല്ലേ? കത്തനാരുടെ കഥ പൂർണ്ണമാവണമെങ്കിൽ അതൊക്കെ വേണ്ടേ? കത്തനാരുടെ കഥ അതെല്ലാം ഉണ്ട്. അതൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ള കഥയില്ല. ഞാൻ ആ സിനിമയിലുണ്ടായിരുന്നത് 24 ദിവസം ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ പോർഷൻസ് ഇതൊന്നുമില്ല. എൻ്റെ പോർഷൻസിൽ എന്നെ ഉപയോഗിച്ചിട്ടുള്ള വേറൊരു രീതിയിലാണ് ആ സിനിമയിൽ. എനിക്ക് എൻ്റെ ക്യാരക്ടറിന് വേറൊരു പണിയുണ്ട്, എനിക്ക് വൃത്തിയായിട്ട് ചെയ്യാൻ ജോലിയുണ്ട്. അപ്പോൾ മെയിൻ പ്രധാനപ്പെട്ട കഥയിലേക്കുള്ള എൻട്രി പോയിന്റ് ഒക്കെ ആയിരുന്നു ഞാൻ. അത്രേ ഉള്ളൂ. അങ്ങനെയൊക്കെയുള്ള കോൺഫ്ലിക്റ്റ് അങ്ങനെയായിരുന്നു. അപ്പോൾ എനിക്ക് അത്രേ പറയാൻ പറ്റുന്നുള്ളൂ. കാരണം അത് കഴിഞ്ഞ് ഞാൻ അത്രേ കണ്ടിട്ടുള്ളൂ. ഞാനും അതിൻ്റെ മുഴുവൻ ഫുൾ വേർഷൻ കാണാനിരിക്കുകയാണ്. ഞാൻ മുമ്പ് പറഞ്ഞതും ഞാൻ ഇപ്പോഴും പറയുന്നതും അതിൻ്റെ പിന്നിലൊരു എഫേർട്ട് ഉണ്ടല്ലോ. അതിൻ്റെ VFX ടീം 45 പേര് 50 പേര് ഇരുന്നൊരു പണിയെടുക്കുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്. പിന്നെ 8th സെഞ്ച്വറി 9th സെഞ്ച്വറിയൊക്കെ റീക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ആരും കണ്ടിട്ടില്ല. അഥവാ നമുക്കുള്ള രേഖകൾ വളരെ ചെറുതാണ്. പിന്നെ അത് ഒരു ഗ്രീക്ക് അല്ലെങ്കിൽ അങ്ങനെ ഈജിപ്ഷ്യൻ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ വല്ലതൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് കുറച്ചുകൂടി എക്സ്കവേറ്റ് ചെയ്ത് പോകാൻ പറ്റും. കേരളത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് അത്രയൊന്നും അന്വേഷിച്ച് എന്തൊക്കെ നമുക്ക് കിട്ടാവുന്ന ആ രേഖകളെല്ലാം കിട്ടുന്നതിൽ ലിമിറ്റ്സ് ഉണ്ട്. പിന്നെ ഇത് സിനിമയാണ്. നമുക്ക് ഒരു എലിവേറ്റഡ് ഒരു പ്രൊജക്റ്റഡ് പരിപാടിയാണ്. സ്കെയിലപ്പ് ചെയ്തിട്ടാണ് നമുക്ക് കാണിക്കേണ്ടത്. അല്ലെങ്കിൽ ഒരു കഥ ഉണ്ടാവില്ല, ഒറ്റ പ്രാവശ്യമല്ലേ കഥ പറയാൻ പറ്റുള്ളൂ. അതിന് ഓരോരുത്തരും ഇന്റർപ്രിട്ടേഷൻസ് വരുമ്പോഴാണല്ലോ
അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നി, വലിയ ചലഞ്ചിങ് ആയി തോന്നി, വളരെ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. ചലഞ്ച് പിന്നീട് എക്സൈറ്റിംഗ് ആവുന്നത് ഓരോരോ സ്റ്റേജിലും ഉണ്ടാവുന്ന ഫീലിങ്സ് ആയിട്ട് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതൊരു ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ സിനിമ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെങ്കിൽ സിനിമയുടെ മാറ്റങ്ങൾ എങ്ങനെയെങ്കിലും അപ്ഡേറ്റ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അങ്ങോട്ട് പോവല്ലേ, നമ്മൾ മുമ്പോട്ടല്ലോ പോകും, നമ്മൾ അങ്ങോട്ട് പോയിട്ട് അതിനെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് ഇടുന്നു എന്ന് പറയുന്ന പരിപാടിയാണ്, നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് നോക്കിയാണല്ലോ ചെയ്യണേ അല്ലേ, അതൊരു വലിയ ജോലിയാണ്. ഭയങ്കര അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഫിലിം മേക്കറാണ്. അത് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഒരു ആക്ടർ സപ്പോസ് ഇപ്പോൾ അവൈലബിൾ അല്ലെങ്കിൽ മറ്റേ ആക്ടർക്ക് ഡബ് ചെയ്യണമെങ്കിൽ ഇയാൾക്കൊരു റെഫറൻസ് വേണമല്ലോ. സോ ദാറ്റ് അയാളുടെ എഐയിൽ അത് ക്രിയേറ്റ് ചെയ്ത് ഡബ് ചെയ്ത് വെച്ചിട്ട് ഇയാൾക്കൊരു റെഫറൻസ് കൊടുക്കുന്നത്, അത്രയും ഇൻവോൾവ്ഡ് ആണ്. എങ്ങനെയൊക്കെയാണ് ഇപ്പം ഓരോരുത്തർക്കും ഓരോ മെത്തേഡ്സ് ആണ്. എനിക്ക് മനസ്സിലായ റോജിൻ എന്ന സംവിധാനം, ഇപ്പോൾ ഹോം എന്ന് പറയുന്ന സിനിമ, കത്തനാറിൻ്റെ ഹോം എല്ലാവരും കണ്ടു കഴിഞ്ഞ സിനിമയാണ്. എന്നെ വിളിച്ചിട്ട് ആദ്യം സംസാരിക്കുന്നത് വിജയ് ബാബുവാണ്. വിജയൻ്റെ അടുത്ത സുഹൃത്താണ്. വിജയ് 2-3 പടങ്ങൾ പറഞ്ഞിരുന്നു, എല്ലാ പടങ്ങളിലും ഞാനുണ്ടായിരുന്നു. അപ്പം ഇതിനെക്കുറിച്ച് കഥ പറയുമ്പം വിജയ് ഭയങ്കര രസമായിട്ട് കഥ പറയുന്ന ആളാണ്. വിജയ് ഒരു ലൈനേ പറഞ്ഞിട്ടുണ്ട്, ഇന്നത്തെ പറഞ്ഞ ശ്രീനാഥ് ഒരു കാര്യം ചെയ്യാം, ഞാൻ റോജിനോട് സംസാരിക്കാം, എൻ്റെ സ്ക്രീൻ പ്ലേ സ്ക്രിപ്റ്റ് ഒന്ന് വായിച്ചോളൂ എന്ന് പറഞ്ഞു. എനിക്ക് ഓൺലൈൻ സ്ക്രിപ്റ്റ് വരുന്നത്, ഇത് വായിച്ച് കഴിഞ്ഞ അപ്പോൾ തന്നെ ഞാൻ റോജിനെ വിളിക്കുകയും എവിടെയാണുള്ളതെന്ന് ചോദിക്കുകയും ചെയ്യാവുന്ന രീതിയിലായിരുന്നു എൻ്റെ എഴുത്ത്. അതിൽ 1-2 ഇടങ്ങളിൽ മാത്രമാണ് ചില സജഷൻസ്. അപ്പോൾ ചേട്ടാ എന്തെങ്കിലും വളരെ സീരിയസ് ആയിട്ട് വളരെ മനസ്സിരുത്തി വായിക്കണം, എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതുകൂടി പറയണം എന്നായിരുന്നു എനിക്ക് റോജിൻ എന്നോട് പറഞ്ഞ 2 വാക്കുകൾ. ഞാൻ എൻ്റെ സജഷൻസ് ഞാൻ പറഞ്ഞു, എനിക്ക് വളരെ സ്ട്രോങ് ആണ് ആ സജഷൻസ് ആ സിനിമയിൽ ഉപയോഗപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നല്ല രസമുള്ളതുകൊണ്ട് ഒരൊറ്റ വായനയിൽ നമുക്ക് കിട്ടിയെന്നുണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ദെൻ ഞാൻ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് താടിയും മീശയൊക്കെ ഉണ്ട്, വല്ലാത്ത താടിയും വല്ലാത്ത മീശയൊക്കെ ഉണ്ട്, ഒത്തിരി നീട്ടിയിട്ടുണ്ട്. ആ കോവിഡ് ടൈമിലാണ് ചെന്ന്, നിങ്ങളെ സിനിമയിൽ എന്നെ കണ്ടില്ലേ, എനിക്ക് താടിയില്ല മീശയില്ല, താടിയില്ല മുടിയില്ല. അപ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് നമ്മളെ എത്തിക്കാൻ, അതിന് നമ്മൾ തയ്യാറാവുന്നൊരു പരുവത്തിലേക്ക് എഴുത്തിൽ തന്നെ നമ്മൾ അത്ര കണ്ട് എക്സൈറ്റ് ചെയ്യിച്ചു. ഇത് നമ്മൾ ചെയ്യുന്നു തീരുമാനിക്കുമല്ലോ നമ്മൾ. അത് വളരെ അപൂർവം മാത്രമാണ് എൻ്റെ കരിയറിൽ, ആക്ടിങ് കരിയറിൽ ഞാൻ അത്ര കണ്ട് ഉറപ്പോടെ ഓടിയൊരു സെറ്റിലേക്ക് ചെയ്യുന്നത് അതെയാണ്. അതൊരു എഴുത്തുകാരൻ്റെ, റോജിനിലെ എഴുത്തുകാരൻ്റെ മിടുക്കാണ്, സിനിമാക്കാരൻ്റെ. ഞാൻ അവിടെ ചെന്നൊരു ട്രാൻസ്ഫോർമേഷൻ എനിക്ക് സംഭവിക്കുന്നുണ്ട്. ഞാൻ അവിടെ ചെന്ന് പിടിച്ചിരുത്തി, ഞാൻ ഒത്തിരി സംസാരിക്കുന്ന ആളാണ്, അറിയാലോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സംസാരിക്കുന്നത്, എന്തൊക്കെയോ ഉണ്ടാവുകയും ചെയ്യും വർത്തമാനം പറയും. അപ്പോൾ റോജിന് ഒത്തിരി ചേട്ടാ ഒത്തിരി സംസാരിക്കണ്ട റോജിനോട്. ആൻഡ് എപ്പോഴൊക്കെ ഞാൻ വർത്തമാനം പറയാൻ തുടങ്ങും അപ്പോഴൊക്കെ റോജി എന്ന് പറയും, മിണ്ടായിരിക്കാൻ പറയും. ആ ക്യാരക്ടർ അധികം മിണ്ടായിരിക്കാൻ പറയാം, ക്യാരക്ടർ ഒന്നും പറഞ്ഞിട്ടില്ല, മിണ്ടായിരിക്കാൻ പറയും. ദെൻ എന്നെ ഷർട്ടും പാൻസും ഒക്കെ ഇടിയിച്ച് ഒരു ഫുൾ മിററിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവരുന്നത്, ഇതാണ് ലോപ്പസ്, ജോസഫ് ലോപ്പസ് എന്ന് പറയുന്ന ആളിതാണ് എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് നിർത്തുമ്പോഴാണ് ഞാൻ ടോട്ടലി വേറെ ആളാണ്. എനിക്ക് ഇതാരെ കാണണേന്നായി പോയി ഞാൻ. കാരണം ഞാൻ എന്നെ പ്രതീക്ഷിക്കുന്നില്ല, മുടിയെല്ലാം കളഞ്ഞ്, കാര്യം ചെറിയ മിററിൽ റോണക്സ് ആണ് ചെയ്യുന്നതെല്ലാം, റോണക്സിൻ്റെ ഡിസിഷനാണ് ഈ ട്രാൻസ്ഫോർമേഷൻ. ചേട്ടനെ കംപ്ലീറ്റ് നമുക്ക് മാറ്റി പിടിച്ചേക്കാന്ന് പറയുന്നു. അപ്പോൾ അത് അവിടെ നിന്ന് പിന്നെ ഒരു പ്രോസസ്സായിരുന്നു. ഞാൻ പിന്നെ ഇന്ദ്രൻ ചേട്ടൻ്റെ അടുത്ത് റോജിൻ ബ്രീഫ് ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, ശ്രീനാഥ് ഭാസിയോട് പറയുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, നസ്ലിനോട് സംസാരിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതൊക്കെ അപ്പോൾ അവിടെയൊക്കെ നേരത്തെ പറഞ്ഞവരാണെങ്കിൽ ഒരു മോഡുലേഷൻ ഉണ്ട്, ആ പറഞ്ഞു തരുന്നതിന് മോഡുലേഷൻ ഉണ്ട്. ഏറെക്കുറെ അതൊക്കെ തന്നെ നമ്മൾ ഫോളോ ചെയ്താൽ മതിയായിരിക്കും. പിന്നീട് ഞാനും ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് ഹെൽപ്ഫുൾ ആയേക്കാം എന്നുള്ളത് കൊണ്ട് റോജിൻ്റെ മോഡുലേഷൻ നമുക്ക് പറഞ്ഞു തരാറുണ്ട്, നമുക്ക് ഹെൽപ്ഫുൾ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് പല മാർഗ്ഗങ്ങളും സ്വീകരിക്കുമല്ലോ. പിന്നെ ആർട്ടിസ്റ്റുകളുടെ അവൈലബിലിറ്റി വരുമ്പോൾ അത് റോജിൻ മാത്രമല്ല പലരും അത് ചെയ്യാറുണ്ട്. അതായത് ആരെങ്കിലും ഡബ് ചെയ്തിരുന്നു, നമ്മളും പല ആവശ്യങ്ങൾ കൊണ്ടാണ്. ഇപ്പോൾ എഡിറ്റ് ചെയ്തപ്പം ഈ സിനിമയ്ക്ക് VFX ഒത്തിരി ഉണ്ട്. ഞാൻ എൻ്റെ കാരണം അന്വേഷിക്കുകയായിരുന്നു. VFX ഒത്തിരി ഉള്ളപ്പോൾ നമുക്കൊരു പക്ഷേ ആർട്ടിസ്റ്റ് വരേണ്ടത് പുറത്തുനിന്ന് എവിടെന്നെങ്കിലും ആണെങ്കിൽ അവർ വരാൻ വരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, ആ മീറ്റർ കിട്ടിയാൽ മതിയില്ല. അപ്പോൾ അതിൻ്റെ പൈലറ്റ് ട്രാക്ക് അവിടെ ഉണ്ട്, അപ്പോൾ അതിലേക്ക് ഒരാൾ ഡബ് ചെയ്തിടണം. അത് ഇത്രയും വലിയൊരു പ്രോജക്റ്റ് ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും റോജിൻ തന്നെ ചെയ്തിട്ടുണ്ടാവും. ബിക്കോസ് ബേസിക്കലി ഈസ് എ ബ്രില്യൻ്റ് എഡിറ്റർ. റോജിൻ തന്നെയാണ് സിനിമ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഹീസ് എ വണ്ടർഫുൾ ടെക്നീഷ്യൻ. അപ്പോൾ ഏറ്റവും എളുപ്പം ഞാൻ എങ്ങനെയാണ് കാണുന്നത് അതേപോലെ തന്നെ ആ ഡയലോഗ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അതിന് പിന്നെ AI ഉണ്ടല്ലോ, AI അതിൻ്റെ മോഡുലേഷനൊക്കെ മാറ്റി പിടിച്ചിട്ട് വളരെ എളുപ്പമാണത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ജഡ്ജ്മെൻറ്റ് കിട്ടും. ഓഫ് കോഴ്സ് VFX ചെയ്യുന്ന ആൾക്കാർക്ക് ആ ഒരു ലെങ്ത് കിട്ടും, മ്യൂസിക് ചെയ്യുന്ന ആൾക്ക് പോകും. സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണല്ലോ പിന്നീട് ഇത് വിഷ്വലിൻ്റെ പരിപാടി കഴിഞ്ഞാൽ VFXിലേക്കും. അപ്പോൾ അതിന് എളുപ്പത്തിന് വിളിച്ച് ചെയ്യുന്ന പരിപാടി. ജയസൂര്യ ഡെഡിക്കേഷൻ
ജയൻ്റെ എല്ലാ സിനിമകളിലും അല്ലേ, ഞാനൊരു 10 വർഷം എടുത്ത് നോക്കിക്കോളൂ. ഇയ്യൂബിൻ്റെ പുസ്തകം മുതൽ, അല്ല അതിനു മുമ്പും അത്തരത്തിലുള്ള ശ്രമങ്ങൾ ഇല്ലേ. നമ്മളിപ്പം അപ്പോത്തിക്കിരി എന്നൊരു സിനിമ നമ്മൾ കണ്ടു അല്ലേ, ഈ സിനിമ നമ്മൾ ആത്മീയം കണ്ടു, മേരിക്കുട്ടി നമ്മൾ കണ്ടു അല്ലേ, നമുക്ക് വിഷ്ണുവിനെയും കൂടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിനൊരു ഭയങ്കരമായ ധൈര്യവും ഒക്കെ വേണം. ചില നമ്മൾ കാണുന്ന ഒരാൾ, ഇപ്പം പൊത്തിക്കിരി എന്ന സിനിമയിൽ ആ മെലിഞ്ഞിരിക്കുന്ന ആൾ, മെലിഞ്ഞതിൽ ഒറ്റ വാക്കാട്ടോ, അത് അത്രയും ശോഷിച്ചിരിക്കുന്ന ആളുണ്ടാവണമെങ്കിൽ ഒരു 2 മാസത്തെ 2 മാസം 3 മാസത്തെ ഒരു കഷ്ടപ്പാടാണ്. ചില ഭക്ഷണിയായിരിക്കേണ്ടത്, ഭക്ഷണം കഴിക്കാതിരിക്കുക. അതും ഇത്രയും പ്രിവിലേജായിട്ട് ജീവിക്കുന്ന അത്യാവശ്യം തിരക്കുള്ളൊരു നടനായിരുന്നു ആ സമയത്ത്. അദ്ദേഹത്തിന് തയ്യാറായി എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു തയ്യാറെടുപ്പ്, അതിൻ്റെ ഒരു 4 ഇരട്ടി തയ്യാറെടുപ്പ് ഈ സിനിമയ്ക്ക് വേണ്ടി ഉണ്ടായി. പ്രത്യേക സാഹചര്യത്തിൽ സിനിമ ഇത്രയും വലിയ സിനിമയായതുകൊണ്ട് ഓഫ് കോഴ്സ് ജയൻ്റെയും കരിയറിലെ വേറൊരു ലെവലാണ്. പിന്നെ ഇന്റർനാഷണൽ സിനിമയായിട്ടാണ് ഇത് ഇറങ്ങാൻ പോകുന്നത്. 15ഓളം ഭാഷകളിലൊക്കെ ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗൂഗിളും അത്രയും വലിയ ക്യാൻവാസ് സ്വാഭാവികമായിട്ട് ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പുള്ളിയുടെ ഷോൾഡറിലാണല്ലോ. കത്തനാർ എന്ന ടൈറ്റിൽ റോൾ ചെയ്യുന്ന ഒരാളുടെ ഷോൾഡറിൽ. എനിക്ക് തോന്നുന്നു ഞങ്ങൾ തമ്മിൽ വളരെ കുറച്ച് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഡിസ്കഷൻസ് ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ അവിടേക്ക് എനിക്ക് ആ ഇൻറ്റൻസ്, നമ്മളെന്തിനാ ഈ കൂടുതൽ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഞങ്ങൾ സംസാരിച്ചപ്പോഴൊക്കെയും ജയസൂര്യ എന്ന കലാകാരൻ ഈ സിനിമയിൽ ടോപ്പ്. എനിക്ക് തോന്നുന്നു എല്ലാ സിനിമകളിലും, എസ്പെഷ്യലി ഞാൻ ഈ കുറച്ച് മുമ്പ് പറഞ്ഞ രഞ്ജിത്ത് ശങ്കറിൻ്റെ സിനിമകളാണല്ലോ, ആ സിനിമകളിലൊക്കെയും ആ ഒരു ടീം അപ്പ് ചെയ്യാൻ നമ്മുടെ ഓഫ്കോഴ്സ് അഗർബത്തീസും ഒക്കെ നമ്മൾ കണ്ടു. ആ ഒരു ഡെഡിക്കേറ്റ് ചെയ്യാനുള്ള മനസ്സ് ജയനുണ്ട്. മലയാളത്തിലെ മാത്രമല്ല ഒരു ധൈര്യവും വേണമല്ലോ. 3 വർഷമായി ഒരു സ്റ്റാർ മലയാള സിനിമയിൽ മിസ്സായിട്ട്. തീർച്ചയായിട്ടും സാധാരണ ഇപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു വലിയ സ്റ്റാർ കുറെ കാലത്തിന് ശേഷം റീ എൻട്രി നടത്തുമ്പോൾ അദ്ദേഹത്തിന് ഭയം ഉണ്ടായിരുന്നു, ദാറ്റ് എന്നെ ആളുകൾ മറന്നു പോയിട്ടുണ്ടാവുമോ എന്നുള്ളത്. അങ്ങനത്തെ ഇൻസെക്യൂരിറ്റികൾ, ഒരുപാട് ഇൻസെക്യൂരിറ്റിയുള്ള ഒരു ഏരിയ ആണല്ലോ സിനിമ, അറിയാലോ ആക്ടേഴ്സിനെ സംബന്ധിച്ച് പ്രത്യേകിച്ചും. അവിടെ ഒരാൾ 3 വർഷം പന്തയം വെച്ചിട്ട് നിൽക്കുകയാണ്, അതൊരു വലിയ കാര്യമല്ലേ. അതെ, അത് 2 രീതിയാണല്ലോ. അപ്പം ഒരു ആത്മവിശ്വാസം ഉണ്ട്, ഇത് ഞാൻ എത്തിക്കും എന്നുള്ള പരിപാടിയാണല്ലോ. പിന്നെ ഇതിനൊക്കെ അപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നത് ഇത് ഹിറ്റാവൽ എന്നൊക്കെ പരിപാടിയൊക്കെ ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ആ ഒരു ഇതിൻ്റെ മേക്കിംഗ് പ്രോസസ്സ്, അത് ഡിഫറെൻ്റ് ആണ്. ആ ഒരു പ്രോസസ്സായിരിക്കും ഇവർ ഏറ്റവും ഭംഗിയായിട്ട് എൻജോയ് ചെയ്യുക, അല്ലെങ്കിൽ എൻജോയ് ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. റിസൾട്ടിനെ കുറിച്ച് ആലോചിക്കാതെ ആ ഓരോരോ സ്റ്റേജും എൻജോയ് എനിക്കത് തോന്നിയിട്ടുണ്ട്. ഞാൻ സെറ്റിലുണ്ടാകുമ്പോഴൊക്കെ ഞാൻ എത്രയോ മണിക്കൂർ, 3-4 മണിക്കൂർ, എനിക്കൊരു 6 മണിക്കൂറായിട്ട് ഇരുന്നാലാണ് ആ ഒരു ഗെറ്റപ്പിലേക്ക് അദ്ദേഹത്തിന് വരാൻ പറ്റും. അത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. അതിനു മുമ്പുള്ള ഹോം വർക്കൗട്ടുകളുണ്ട്. സാധാരണ നമ്മുടെ പവർ ലിഫ്റ്റിംഗ് ഫിസിക്കലി ജിമ്മന്മാരുടെ വർക്കൗട്ട് പോലെ അല്ല ഇതിന്റെ വർക്കൗട്ട് വേണ്ടത്. അതായത് വെറും മസിലിനായാൽ പോരാ. അന്നത്തെ കാലത്തെ സംഗതിയും അതിനെ കുറിച്ചുള്ള റിസർച്ചൊക്കെ ഓൾറെഡി സംവിധായകൻ എന്ന നിലയ്ക്ക് അദ്ദേഹവും ആ ടീമും ചെയ്തു കഴിഞ്ഞു. വലിയൊരു റിസർച്ച് ടീമുണ്ട് ഇതിന് മുന്നിൽ. അപ്പോൾ അവരുടെ ഒരു മീറ്ററിലേക്ക് ഇത് എത്തണം, അത് മെയിൻറ്റെയിൻ ചെയ്യണം, അതും എത്രയോ ദിവസങ്ങൾ കാത്തിരിക്കണം എന്ന് പറയുന്നുള്ളൂ. അപ്പോൾ അത് എൻജോയ് ചെയ്തിട്ടുണ്ട് ശരിക്കും ഞങ്ങളൊക്കെ കേട്ടോ. അപ്പം ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ അവിടെ ഇതൊക്കെ പറയണേ. തന്നെയല്ല നമ്മൾ ആ റിസൾട്ട് കാണുന്നുണ്ട്, നമ്മൾ ആ ഷൂട്ട് ചെയ്യുന്ന സമയത്തെങ്കിലും റിസൾട്ടുകൾ കാണുന്നുണ്ട്. അതിൻ്റെ വെളിച്ചത്തിലും പിന്നെ നീൽ ആണ് ക്യാമറ ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നില്ല അത്രയും ഗംഭീരമായിട്ടൊരു പരിപാടി വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇൻ്റർനാഷണൽ സിനിമകളുടെയൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ മാസ്റ്റേഴ്സായിട്ട് ലെജൻഡറി ആയിട്ടുള്ള സിനിമാറ്റോഗ്രാഫേഴ്സിനൊക്കെ ഒപ്പം നിൽക്കുന്ന രീതിയിലുള്ളൊരു പെർഫോമൻസ് നമുക്ക് ക്യാമറാമാൻ എന്നുള്ള നിലയ്ക്ക് പ്രതീക്ഷിക്കാം. ഈ ദൃശ്യം 3 അപ്പോൾ ആളുകൾ ചോദിക്കുമോ എന്താ പുതിയ രഹസ്യം, അത് ഇങ്ങനെ രഹസ്യം ഒതുക്കാൻ കഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ലല്ലേ, എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല. ഞാൻ എന്നോട് ആ പെർട്ടിക്കുലർ സീൻ പറഞ്ഞു, ജിത്തു ജോസഫിന്റെ ഇന്നതാണ് നീ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു. ഞങ്ങളൊരു നാട്ടുകാരാണ്, ഞങ്ങൾ കുട്ടിക്കാലം മുതൽ പരിചയമുള്ളവരാണ്. പിന്നീട് സിനിമ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തിരക്കിലേക്കും നമ്മുടെ പരിപാടിയിലേക്ക് പോവുകയും ചെയ്തുകൊണ്ട് എത്രയോ കാലം കഴിഞ്ഞ് ഇപ്പോഴാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. ആദ്യകാലത്തെ 1-2 സിനിമകളൊക്കെ എൻ്റെ അനുജനാണ്, സാജനാണ് എഡിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പക്ഷേ ജിത്തുവിനെ അറിയാം, ജിത്തുവിനെയും ജിത്തുവിൻ്റെ ഫാമിലിയൊക്കെ അറിയാം, നാട്ടുമ്പുറത്തുകാരല്ലേ. പക്ഷേ ഈ സിനിമയിലേക്ക് വിളിക്കുമ്പോൾ അത് വേറെയാണല്ലോ. ജിത്തു ആസ് എ ഡയറക്ടർ പുള്ളിക്കാരൻ്റെ വേ ഓഫ് ബ്രീഫിംഗ് ഉണ്ട്. അപ്പോൾ എന്നോട് ഇതാണ് പരിപാടി എന്ന് പറഞ്ഞു. ഞാൻ ഒരു 3 ദിവസം, അതെ 3 ദിവസം ഞാൻ പോയി വർക്ക് ചെയ്തിട്ട് പോകുന്നത്രേ ഉള്ളൂ. എനിക്ക് ആ ടെൻഷനൊന്നും എനിക്ക് അറിയില്ല അതിനെക്കുറിച്ച്. പിന്നെ ഉള്ളത് ഈ പറയുന്ന പോലെ വിഷ്ണുവിനും എനിക്കൊക്കെ ഉള്ള ടെൻഷൻ, ഇതെന്താണ് പരിപാടി. അതൊരു പിവട്ടൽ സാധനം ഞാൻ ചെയ്തിട്ടുള്ളത്. ഈ ട്രിഗറിങ് എലമെന്റ് അവിടെയും സീരിയസ്ലി അതെനിക്ക് വിഷ്ണു പറഞ്ഞതുകൊണ്ടാണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത്. അവിടെ ഒരു കറക്റ്റ് ഒരിടത്താണ് എന്നെ കൊണ്ട് വെച്ചിട്ടുള്ളത്.
ഹൗസ് ഒറ്റക്കൊമ്പൻ അത് ഇനിയും ഒരു എനിക്ക് 20 days കൂടെ ഇനിയും ഷൂട്ട് ചെയ്യാനുണ്ട് അല്ലേ? ഒരു ദിവസം കൊണ്ട് തീരുക. അത് പിന്നെ ഓഫ് കോഴ്സ് സുരേഷ് ഗോപി അദ്ദേഹം ഈ ഒഫീഷ്യൽ തിരക്കുകളുടെ ഇടയിൽ മിനിസ്റ്റർ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടൈം കൂടെ നോക്കിയിട്ടും പിന്നെ ബാക്കി ആർട്ടിസ്റ്റുകൾക്ക് വലിയ സിനിമയല്ലേ, ബാക്കിയുള്ള ധാരാളം ആർട്ടിസ്റ്റുകളുണ്ട്, അവരുടെയൊക്കെ ഡേറ്റ് ഒക്കെ നോക്കിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു ഇനിയും ഷൂട്ടിംഗ് ഡേറ്റ്സ് തന്നെ ഒരു 20 days ഒക്കെ ഷൂട്ട് ചെയ്താൽ തീരുന്ന എനിക്ക് തോന്നുന്നു. ഇന്നലെയൊക്കെ ഞങ്ങൾ മാത്യൂസായിട്ട് സംസാരിച്ചിരുന്നു. വലിയ ഒന്നുണ്ട് കാസ്റ്റിംഗ് കൂടി ഉണ്ട്, അത് ഇനിയും വരാനുണ്ട്, സർപ്രൈസുകൾ ഉണ്ട്, ഗംഭീര സർപ്രൈസുകളുണ്ട്. അപ്പോൾ അതിൻ്റെ പണിപ്പുരയിലാണ്, എൻ്റെ തിരക്കിലാണ്. അത് നമുക്കറിയാം വലിയ കോൺട്രവേഴ്സിക്ക് ആവുകയും പിന്നീട് നമുക്കറിയാലോ. അപ്പോൾ ഇത് സിനിമയുടെ സ്വാതന്ത്ര്യം ഉപയോഗിക്കാനുള്ളൊരു സ്പേസ് എന്തായാലും സിനിമയ്ക്കുണ്ടല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് ഒരു വേറൊരു പരിപാടിയായിരിക്കും അത്, സംശയമൊന്നുമില്ല. സുരേഷ് ഏട്ടൻ്റെ ഒരു സ്വാഗ് തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാ എലമെന്റ്സും ഉണ്ട് അതിൽ. ഇപ്പൊ സംവിധാനം 17 ചെയ്തിട്ട് പിന്നെ ചെയ്തിട്ടില്ലല്ലോ. ഇപ്പൊ 6 വർഷം, 6 ഏകദേശം 9 വർഷമാണ്. ഞാൻ ആലോചിക്കാണ് ഇപ്പോൾ സിനിമയെ പറ്റി ഇത്രയും നമ്മൾ സംസാരിക്കുന്നു, പുതിയ സിനിമയെ പറ്റി അറിയാം, ഗാഡ്ജറ്റ്സിനെ പറ്റി, എക്യുപ്മെന്റ്സിനെ പറ്റി എന്തായാലും ആഡ് ചെയ്യുന്നതുകൊണ്ട് നല്ല ധാരണയുണ്ട്. എനിക്ക് മനസ്സിലായത് എന്താ ഒരു പുതിയ സിനിമ സംഭവിക്കാത്ത? 2-3 കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഞാൻ അഭിനയത്തിൽ പ്രോജക്റ്റുകളുണ്ട്, തിരക്കെന്ന് ഞാൻ പറയില്ല. നമ്മളൊരു സിനിമയ്ക്ക് അതെ 10 ദിവസം അല്ലെങ്കിൽ 5 ദിവസം അല്ലെങ്കിൽ 8 ദിവസം എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ വിളിക്കുക. അപ്പോൾ ഇത് കഴിഞ്ഞ പിന്നെ അടുത്ത മാസം ഇതുപോലെ വിളിക്കാം. അപ്പോൾ ഒരു സിനിമയുടെ സംവിധാനത്തിന് നമ്മൾ ഇറങ്ങി തിരിച്ചാൽ മിനിമം ഒരു വർഷത്തോളം ഞാൻ ടോട്ടലായിട്ട് മുഴുവനായിട്ടും അല്ലെങ്കിൽ 6 മാസമെങ്കിലും ഞാൻ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് സിനിമകളുണ്ട്, ഞാൻ സിനിമയിൽ തന്നെയാണ്, ഒന്നല്ല പല പ്രോജക്റ്റുകളുടെ പിന്നാലെയാണ് ഞാൻ. ആ കൂട്ടത്തിന് എനിക്ക് കിട്ടുന്ന, അതല്ലാതെ കിട്ടുന്ന സമയങ്ങളിൽ എനിക്ക് പ്രോജക്റ്റുകളെ കുറിച്ച് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ എൻ്റെ കൂടെ മുൻപ് കാരവാൻ്റെ ഞാൻ താമസിക്കില്ല ഗൗരവമായിട്ട് തന്നെ പറയും, മുൻപ് കാരവാൻ്റെ പുറത്തായിരുന്നു, പിന്നെ എനിക്ക് കാരവാൻ്റെ അകത്ത് കയറി ഇരിക്കാൻ പറ്റുന്നുണ്ട്. മുൻപ് നമ്മൾ ഇതിലെ അവരുടെ അസിസ്റ്റൻസ് ആരെങ്കിലും ആർട്ടിസ്റ്റുകളുടെ ആരെങ്കിലും അവരുടെയും കുഴപ്പമില്ല, അവിടെ അവരെപ്പോഴെങ്കിലും ഡോർ തുറന്ന് ഒരു കാപ്പിക്കോ ചായക്കോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ പ്രൊമോഗ്രനേറ്റിന് തൊണ്ട് കളയാനൊക്കെ ആയിട്ട് അവർ ഡോർ തുറക്കുമ്പോഴാണ് നമ്മൾ പുറത്ത് നിൽക്കുന്ന കാണാം. എന്നെ പോലെ എല്ലാ സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരും കാണാം. ഇപ്പം അതല്ല, എനിക്ക് കരവൻ്റെ അകത്തിരിക്കാം, അവരോട് സംസാരിക്കാം, അവരെന്നെ കേൾക്കുന്നുവെങ്കിൽ ആ ഒരു സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് എപ്പോഴെങ്കിലും ഒരു പ്രോജക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണം എന്നുള്ള പ്രതീക്ഷയിലാണ്. ധാരാളം കഥകൾ പറയുന്നുണ്ട്. ഞാനതിനെ സിനിമ ചെയ്യാനായിട്ടൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കാണുന്നത്. ഇപ്പോഴും എന്താ പറയുക, മുൻപുള്ളതിനേക്കാൾ കൂടുതൽ പ്രോജക്റ്റുകൾ ചിന്തിക്കാവുന്ന ഒരവസ്ഥയിൽ ഞാൻ എത്തിയിട്ടുണ്ട്. ആത്മവിശ്വാസവും ആ നിലയ്ക്ക് കൂടിയിട്ടുണ്ട്, അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. മുൻപ് പിന്നെ വേറൊന്നുകൂടി വളരെ പ്രധാനമായിട്ട് പറയാനുള്ളത്, എന്തൊക്കെ പറയുമ്പോഴും എല്ലാ ടെക്നീഷ്യൻസിൻ്റെയും ജോലികൾ ചെന്നെത്തി നിൽക്കുന്നത് ആക്ഷൻ്റെയും കട്ടിൻ്റെ ഇടയിലാണ്. ആ ആക്ഷൻ്റെയും കട്ടിൻ്റെ ഇടയിലേക്കാണ് നമ്മളെ കൊണ്ട് നിർത്തുന്നത്. അപ്പം അതൊരു വലിയ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ആ ഉത്തരവാദിത്വം കൂടി എങ്ങനെയാണ് അതിൻ്റെ സംഭവം, അതിൻ്റെ ഒരു ഓപ്പറേഷൻ്റെ ഒരു മോഡ് ഓഫ് ഓപ്പറാൻഡി എന്താണ്, അതിൻ്റെ ഒരു വേ ഓഫ് ഒരു പെർസ്യൂയിങ് എന്ന് പറയുന്നത്, അത് നമ്മൾ റീപ്രൊഡക്ഷൻ, അത് നമ്മൾ വേറൊരാൾ ആലോചിച്ചതിന് നമ്മളിലൂടെ പുറത്തേക്ക് വരുമ്പോൾ നമ്മളെന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം, നമ്മൾ ഏത് രീതിയിൽ പ്രിപ്പയർഡ് ആവണം എന്നൊക്കെ പറയുന്നത് കൂടി അറിഞ്ഞിരിക്കണം എന്നൊരു ബോധ്യം എനിക്കുണ്ടായി. അതെനിക്ക് ഇനിയിപ്പോൾ ഒരു ഫിലിം ഡയറക്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ആർട്ടിസ്റ്റുകളോട് പെർഫോം ചെയ്യുന്നവരോട് എങ്ങനെ ബിഹേവ് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് എങ്ങനെ വേല വാങ്ങണം, തമിഴിൽ പറയും, അവരിൽ നിന്ന് എങ്ങനെ നമ്മളുടെ വേണ്ടത് അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടതിനൊക്കെ കൂടുതൽ അവരെ എങ്ങനെ എക്സൈറ്റ് ചെയ്യിപ്പിക്കണം എന്നൊക്കെ പറയുന്നതിനെ കുറിച്ചിട്ട് എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു ധാരണ കൂടുതൽ ഉണ്ടായിട്ടുണ്ട്. അത് പിന്നെ ഓരോ ദിവസവും അത് പുതിയതായിക്കൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷെ ആ ഒരു കൊണ്ട് അഭിനയിക്കാൻ കിട്ടുന്ന ചാൻസിനെ ഞാൻ അങ്ങനെ കാണുന്നത്. എൻ്റെ ക്യാൻവാസ് നെറ്റ്വർക്കിംഗ് കുറച്ചുകൂടെ വലുതായി, എന്നെ കുറച്ചുകൂടെ കൂടുതൽ ആൾക്കാർക്ക് അറിയാം, പ്രേക്ഷകർക്കും അറിയാം, സിനിമയ്ക്കും അറിയാം, സിനിമയ്ക്കുള്ളിൽ പ്രവർത്തിക്കുന്നവർക്ക് അറിയാം. അപ്പോൾ അതൊക്കെ നാളെ സ്വന്തം സിനിമ ചെയ്യാനായിട്ട് ഗുണപ്പെടും. ഈ നടനായപ്പോഴേ ഈ സാമ്പത്തികപരമായിട്ടൊക്കെ കുറേ മെച്ചങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, ഞാൻ അസ്യൂം ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് മുമ്പേ സംഭവിച്ചെങ്കിൽ കുറേ കാലത്ത് ഞാൻ കഷ്ടപ്പെടണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു ചിന്തയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇത് വളരെ നല്ലൊരു പോയിന്റ് ആവശ്യം ചോദിച്ചത്. ഈ നമ്മൾ ഒരു ജോലിയായി ഇതിനെ കണ്ടാലാണ് ഈ കഷ്ടപ്പാട് പോലെയൊക്കെ വരിക. അല്ല, എപ്പോഴായാലും നമ്മൾ എടുക്കുന്ന ഏത് ജോലിയും, ഇപ്പം വിഷ്ണു എടുക്കുന്നതിനെ ഒരു ജോലിയായി വിഷ്ണുവിന് തോന്നിയാൽ കഴിഞ്ഞു. എനിക്ക് ഇന്ന് വരെ ഈ മൊമെന്റ് വരെ
സിനിമയെക്കുറിച്ച് സംസാരിക്കാനെങ്കിലും പറ്റുക, അല്ലെങ്കിൽ സിനിമയ്ക്കുള്ളിൽ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സിനിമയോ വിഷ്വൽ മീഡിയയുമായി ബന്ധപ്പെട്ട ജനങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പരിപാടിയിൽ ബന്ധപ്പെട്ടിരിക്കുകയാണ് എൻ്റെ ജീവിക്കൽ. അല്ലാണ്ട് എനിക്കതൊരു ജോലിയായിട്ട് തോന്നിയിട്ടില്ല. ഇതായിട്ട് പറയാല്ല, അല്ല വിഷ്ണു മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിതൊരു കഷ്ടപ്പാട് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല. ഞാൻ എത്രയോ നാൾ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പണിയെടുത്തത് കൊണ്ടാണ് എനിക്കിന്ന് ക്യാമറയുടെ മുമ്പിൽ നിൽക്കാൻ പറ്റുന്നത്, എനിക്ക് ലെൻസിനെ കുറിച്ച് ധാരണയുള്ളത്, എനിക്ക് കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളുടെ മാഗ്നിഫിക്കേഷൻ അറിയാൻ പറ്റുന്നത്. സജഷൻ ഷോട്ട് നിൽക്കുമ്പോൾ എൻ്റെ കണ്ണോ എൻ്റെ മൂക്കോ ഒക്കെ എന്തുമാത്രം ഫ്രെയിമിലുണ്ടെന്ന് എനിക്ക് അങ്ങോട്ട് നോക്കാതെ, എനിക്ക് വളരെ നേരിട്ട് പറയാൻ പറ്റും, എനിക്ക് അങ്ങോട്ട് നോക്കാതെ അല്ലെങ്കിൽ എൻ്റെ പിന്നിൽ പോയി നോക്കാതെ എങ്ങനെ പറയാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ എത്രമാത്രം ഞാൻ പഠിച്ചിട്ടുണ്ടെന്നാണ് നോക്കുക. ലാൽ സാറിൻ്റെ പേര് വീണ്ടും പറയേണ്ടി വരും. നിന്ന നിപ്പിൽ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണ്, നിന്ന നിപ്പിൽ സ്റ്റാർട്ട് ക്യാമറ പറഞ്ഞതിന് ശേഷം നടന്നു പോയി നിൽക്കുമ്പോഴാണ് നമ്മൾ പലപ്പോഴും അറിയുക നമ്മുടെ മുമ്പിൽ എന്തെല്ലാം ഒബ്സ്റ്റക്കിൾസ് ഉണ്ട്. 2D 3D ആയിട്ടാണ് നമ്മളെ കാണുന്നത്, പക്ഷെ 2D ആയിട്ടാണ് ക്യാമറയിൽ പതിയുന്നത്. അപ്പോൾ 2D ആയിട്ട് പതിയുമ്പം ക്യാമറയുടെ ലെൻസിങ് അനുസരിച്ചിട്ട് അതിൻ്റെ ഫോർഗ്രൗണ്ടിൽ എനിക്ക് മുൻപുള്ള ഒബ്ജക്ട്സ് വരെ എനിക്ക് തടസ്സങ്ങളാവാം. എൻ്റെ വിഷനെ, എൻ്റെ വ്യൂ, എന്നെ കാണുന്ന തടസ്സമാവാം, എൻ്റെ കണ്ണോ ചെവിയോ ഒക്കെ തടസ്സപ്പെടാം. അതിനെക്കുറിച്ചുള്ള ധാരണ ഉണ്ടാവലാണ് ഒരു നടൻ്റെ ഏറ്റവും വലിയ സക്സസ്. ലാൽ സാറൊക്കെ നടന്നു വന്ന് വെൻ യു വാച്ച് ഇറ്റ് നിങ്ങൾക്ക് മനസ്സിലാവും, 2 ബാഴ്സ് ഉണ്ടല്ലോ, 2 ട്രാൻസ്പോർട്ട് ബസ്സിലെ 2 കമ്പികളുണ്ടല്ലോ, അതിൻ്റെ ഇടയിലേക്ക് അത് ഡെപ്തിലാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഫിലിമിൽ അത് 2 വരകൾ മാത്രമാണ്. അപ്പോൾ അതിനിടയിൽ കറക്റ്റ് അദ്ദേഹം എങ്ങനെയാണ് പോയിരിക്കുന്നതെന്ന് കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് ഞാൻ എത്രമാത്രം ഭംഗിയായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, എത്രമാത്രം എഡ്ജിലാണോ നമ്മൾ നിൽക്കുന്നത്, നമ്മളുടെ ഒരു എൻട്രി എത്രമാത്രം. ഇപ്പം നമ്മൾ ഓടി വരികയാണെങ്കിൽ വൈറ്റ് ഷോട്ട് കഴിഞ്ഞിട്ട് ക്ലോസിലേക്ക് വരുമ്പോഴത്തെ ഓട്ടത്തിൻ്റെ ബാക്കിയൊക്കെ ഉണ്ടല്ലോ, ആക്ഷൻ കണ്ടിന്യൂറ്റി ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്ന കാലത്ത് നമ്മൾ വഴക്ക് കേട്ട് പഠിച്ചതാണ്. അപ്പോൾ അതൊക്കെ എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ് എൻ്റെ ഇപ്പോഴത്തെ ആലോചന. അതിനിപ്പം നമ്മൾ ഷോട്ടിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും സിനിമാ സെറ്റിൽ ഇരിക്കുകയാണെങ്കിൽ ഞാനൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ചുരുക്കി പറയുന്നതാണ്, എനിക്കിതൊരു കഷ്ടപ്പാടായിട്ട് തോന്നിയിട്ടേ ഇല്ല. ഇത് കുറച്ചു കാലം മുമ്പ് ചെയ്യാമായിരുന്നല്ലോ എന്നുള്ള ആലോചന എനിക്കില്ല. ഞാൻ തുടങ്ങിയത് യാത്രയുടെ അന്ത്യം എന്ന സിനിമയിൽ KG ജോർജ് എന്ന ലോകം കണ്ട ഏറ്റവും വലിയ ലെജൻഡറി സംവിധായകൻ്റെ ഫിലിം മേക്കിംഗ് കണ്ടുകൊണ്ടാണ് ഞാൻ തുടങ്ങിയത് സിനിമയിലേക്ക് വരുന്നത്. അതിൽ അഭിനയിച്ചിട്ടുണ്ട്. ശരിക്കും അഭിനയിക്കാനായിട്ട് ആണ് ചെല്ലുന്നതെന്ന് പറഞ്ഞാലാണ് ഒരു പക്ഷേ അവിടെ എനിക്ക് എൻട്രി ഉണ്ടാവുള്ളൂ. എൻ്റെ ആഗ്രഹം മുഴുവൻ ഇതിലെന്താ നടക്കുന്നതെന്ന് അറിയാനായിരുന്നു. അപ്പം തുടങ്ങിയതാണ് ഈ ഒരു ക്യൂരിയോസിറ്റിയും ഈ ഒരു എക്സൈറ്റ്മെൻറ്റും. അപ്പോൾ ഇപ്പോഴും ഞാൻ അന്ന് കണ്ട ഷോട്ടുകൾ ഇന്നിപ്പോൾ യൂട്യൂബിലുണ്ട് ആ ഫിലിം. അപ്പോൾ അന്ന് കണ്ട ഷോട്ടുകൾ ഇപ്പോൾ എടുത്ത് വെച്ച് കാണുമ്പോൾ അന്ന് ഞാൻ മനസ്സിലാക്കിയത് തന്നെയാണോ ഇപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പുതിയ എന്തെങ്കിലുമൊക്കെ അതിൽ ഇപ്പം മുരളിയേട്ടനെ കുറിച്ചൊക്കെ പറഞ്ഞു. മുരളിയേട്ടനെ കൊടുത്തിട്ടാണ് ഞാൻ ആദ്യം സിനിമയിൽ വർക്ക് ചെയ്യുന്നത്. പറഞ്ഞു തുടങ്ങിയാൽ തീരില്ല. അപ്പോൾ അവിടെയാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ കഷ്ടപ്പാട് എന്നൊരു പ്രയോഗം വരുന്നത് എനിക്കിത് മടുത്തു എന്ന് തോന്നുമ്പോഴാണ്. അങ്ങനെ ഒരു മടുപ്പ് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല ആർക്കും അങ്ങനെ ഒരു മടുപ്പ് തോന്നാൻ പാടില്ല. അങ്ങനെ തോന്നിയാൽ നമ്മൾ പഴകി എന്നാണ് എൻ്റെ അർത്ഥം. ബ്യൂട്ടിഫുൾ. മലയാള സിനിമനെ ഇപ്പോൾ ഇന്ത്യൻ സിനിമയുടെ ഒരു മാർക്കായിട്ട് ആളുകൾ സംസാരിക്കുന്നു. ഏറ്റവും കണ്ടന്റ്ഫുൾ ആയിട്ടുള്ള സിനിമ ഉണ്ടാക്കുന്നത് നമ്മളാണെന്നൊക്കെ പറയുന്നു. നമ്മുടെ ഇവിടുത്തെ എഡ്യൂക്കേഷനെ, നമ്മുടെ ഹെൽത്തിനെ പറ്റിയിട്ടൊക്കെ നല്ല അഭിപ്രായമുണ്ട്. അപ്പുറത്തെ സൈഡിൽ കേരള സ്റ്റോറി പോലത്തെ സിനിമകൾ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ കേരള സ്റ്റോറിയുടെ ഒരു ട്രെയിലറോ ഒക്കെ ഡ്രോപ്പ് ആകുമ്പോൾ ആസ് എ ഫിലിം മേക്കർ അല്ലെങ്കിൽ ആസ് എ മലയാളി അതെങ്ങനെയാണ് റെസൊണേറ്റ് ചെയ്യുന്നത് സാറിനായിട്ട്? ഇതിനെ നമുക്ക് ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ളവരാണ് നമ്മളൊക്കെ. നടനായിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് ജോലി ആയിക്കോട്ടെ, സാമൂഹ്യ പ്രതിബദ്ധതയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഒരാളുടെ മൂക്ക് തുടങ്ങുന്നതിൻ്റെ മൂക്കം തുടങ്ങണ്ടെന്നേ. നമ്മളൊരു പബ്ലിക് സ്പേസിലേക്ക് ഇറങ്ങി നിന്നാൽ നമ്മളെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളതല്ല, അതൊന്നും കാര്യമല്ല. നമുക്ക് കുറേ കമ്മിറ്റ്മെന്റുകളുണ്ട് ഈ സമൂഹത്തിൽ. അപ്പോൾ ആ ഒരു ബോധം ഉണ്ടാകുമ്പോഴാണ് ഇതൊക്കെ നമുക്ക് ഭയങ്കര സാമൂഹ്യ ജീവിയാണല്ലോ. അതെ. പിന്നെ ഇതിനെ വേറെ രീതിയിലേക്ക് കാണാൻ പറ്റുന്നത്, ഇത് ഇന്നലെ തുടങ്ങിയതല്ല. എല്ലാ കാലത്തും ഇതിന് പല 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 രീതിയിലുള്ള വേർഷൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അതിന് കൃത്യമായ ലക്ഷ്യം അവർക്കുണ്ട്, അവർക്കും അതറിയാം. നമ്മളീ പറയുന്നവർ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിലാണ് നമ്മൾ പറഞ്ഞെങ്കിലും ഹിന്ദിയിലാണ് ഞാൻ പറയുന്നത്, കൂടുതൽ ആൾക്കാർക്ക് മനസ്സിലാവും. അപ്പോൾ പ്രൊപ്പഗാൻഡ എല്ലാ കാലത്തും ഉണ്ട്. എനിക്ക് മനസ്സിലാവുന്നത് വളരെ എൻ്റെ മുത്തശ്ശിക്ക് പറഞ്ഞിട്ടുള്ളതാണ്. ഈ നിറച്ച് മാങ്ങയുള്ള മാവിലെ ആ മാങ്ങ പറിക്കാൻ ഒത്തിരി പേരുടെ ചോട്ടിൽ വരും. ഓരോരുത്തരുടെയും കപ്പാസിറ്റി അനുസരിച്ച് ചിലർ കല്ലെറിഞ്ഞ് മാങ്ങ താഴെ ഇടാൻ നോക്കും, ചിലർ കൊഴി കെട്ടി എറിയും, ചിലർ തോളിൽ ആൾക്കാരെ മുകളിൽ കയറ്റി എടുത്തും, ചിലർ കമ്പോടെ ഒടിക്കും, ചിലർ ആ മാവോടെ വെട്ടും. ഇതൊക്കെ ഉണ്ടാവണം എപ്പോഴാണ് ഫലമുള്ള
ഒരു മാവിൻ്റെ മാങ്ങ പറിക്കാൻ ഒത്തിരി പേരുണ്ടാവും. എനിക്കത്രേ പറയാനുള്ളൂ. നമ്മൾക്കുള്ള അത് കേരള സ്റ്റോറീസ് എന്ന് പറയുന്നതിനെ കുറിച്ച് എനിക്ക് സത്യത്തിൽ ഡിസ്കഷന് പോലും താല്പര്യമില്ല എനിക്ക്. കാരണം അത് പച്ചക്കള്ളമാണെന്ന് നമുക്കൊക്കെ അറിയാമല്ലോ. അപ്പം അത് മലയാളി തള്ളിക്കളയോ അതിനെ. അഥവാ അല്ല, അത് കണ്ടോട്ടെ, സിനിമയായിട്ട് കാണുമോ കാണാതിരിക്കുമോ എന്താ ചെയ്യട്ടെ, പക്ഷെ അതൊന്നും അല്ലല്ലോ നമ്മുടെ മനസ്സിലുള്ളത്. നമ്മൾ ഇത് കഴിഞ്ഞൊരു ജീവിതം ഉണ്ടല്ലോ, ഈ ഒരു 2 മണിക്കൂർ കൊണ്ടൊക്കെ നമ്മൾ മാറിപ്പോകുമായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ എന്തൊക്കെ സംഭവിച്ചത്. ഒന്നാമത്തെ കാര്യം, സിനിമയാണ് എല്ലാത്തിനെയും മാറ്റുന്നതെന്ന് പറയുന്ന ധാരണ ആദ്യം കളയുക. സിനിമയല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. എന്നിട്ടും മലയാള സിനിമയിലൂടെ നമ്മളെ കുറേ പേരെ മാനിപ്പുലേറ്റ് ചെയ്ത് കളയാമെന്ന് വിചാരിക്കുന്ന വിട്ടികളോട് സഹതപിക്കാനേ പറ്റുള്ളൂ. 1. 2 എന്ന് പറയുന്നത് എന്താ പറയുക, പ്രതിരോധം ഉണ്ടാവുക എന്ന് പറഞ്ഞാണല്ലോ, പ്രതിരോധിക്കൽ, ഫ്രിക്ഷൻ എപ്പോഴാണ് ഉണ്ടാവുക, നമ്മളിപ്പുറത്ത് അത്രയും സ്ട്രോങ് ആകുമ്പോഴാണ്. അപ്പം നമ്മൾ ചോദ്യം ചെയ്യപ്പെടുന്നെങ്കിൽ നമ്മളുടെ ചോദ്യം അവിടെ എത്തുന്നു എന്നുള്ളതുകൊണ്ടാണ്. അപ്പം ഞാൻ ഈ ചോദ്യം അവിടെ എത്തുന്നതാണ് അവിടെ നിന്നുണ്ടാകുന്ന ഈ ബഹളങ്ങളുടെ കാരണമെന്ന് മനസ്സിലാക്കുമ്പോൾ അത് ശരി, അത് വർക്കായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം മലയാളി ആയതിൽ എനിക്ക് അഭിമാനം തോന്നുന്നതും സിനിമയിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ കൂടുതൽ അഭിമാനം തോന്നുന്നതും നമ്മളിവിടുന്ന് നമ്മളുടെ ഒരു സന്ദേശം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ കാട്ടിക്കൊടുക്കുന്നത് അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. അല്ലാണ്ട് ഇപ്പോഴും നെഗറ്റീവ് ആയിട്ടുള്ള ന്യൂസുകൾക്കല്ലേ എപ്പോഴും. ഒരു നല്ല കാര്യം ഇവിടെ ആരും പറയണില്ലല്ലോ. അപ്പോൾ അവർ ആ നെഗറ്റീവിലൂടെ ഈ വെടക്കാക്കി തനിക്കാക്കുക എന്നൊരു ചൊല്ലുണ്ട്. കാരണം ഇതൊക്കെ കാരണന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മെത്തേഡായിരിക്കും. അതിലും മണ്ടന്മാർ വീണാൽ അവർ ചുറ്റുമുള്ളത് കാണുന്നില്ല എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാൻ തോന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ രാഷ്ട്രീയം, അതിന് നമുക്കൊക്കെ ഉത്തരവാദിത്വം ഉണ്ടെന്നേ. എൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഞാനൊരിക്കലും പിന്നോട്ട് മാറുന്നില്ല. ഞാനതാ പറഞ്ഞത്. ഇപ്പോൾ സ്പാ എന്ന് പറയുന്ന സിനിമയെ പറ്റി പറഞ്ഞ് നമ്മൾ തുടങ്ങി. സ്പായിലൂടെ എനിക്ക് ഒരു കാര്യം എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റി. ചിലപ്പോൾ കുറച്ച് കല്ലേറെ എനിക്ക് കൊള്ളുമായിരിക്കും. അതുപോലെ ഈ സിനിമയെയും ഇതൊരു സിനിമയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സിനിമയൊന്നും അല്ലെന്ന് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. അതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് അത് ഉഴുതുമറിച്ച് കളയും എന്ന് പറയുന്നൊരു വളരെ പരിഹാസത്തോടെ, വേണ്ട പുച്ഛത്തോടെ അതിനെ തള്ളിക്കളയാൻ മാത്രമേ എനിക്ക് പറ്റുള്ളൂ. കാരണം അതങ്ങനെയാണ്. പിന്നെ ഓഫ് കോഴ്സ് ഇതിനെ ബാധിക്കാതെ നോക്കേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ഉത്തരവാദിത്തമാണ്. അതിനെ ആ ഉത്തരവാദിത്തത്തോടു കൂടി തന്നെ നമ്മൾ കാണണം. എല്ലാറ്റിൻ്റെയും ഒന്നും അല്ലെങ്കിലും കുറേയെങ്കിലുമൊക്കെ നമ്മുടെ സമയം എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയാനും ഇതിൽ എത്രമാത്രം സത്യം ഉണ്ടെന്ന് ക്രോസ് ചെക്ക് ചെയ്യാനൊക്കെ നമുക്ക് സംവിധാനങ്ങളുണ്ടല്ലോ. അത് ക്രോസ് ചെക്ക് ചെയ്യാൻ മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതിപ്പം സിനിമാക്കാരനെന്ന് സിനിമയൊന്നും അല്ല, നീ റിയൽ കാര്യങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. എല്ലാം നമുക്ക് നമ്മുടെ കൺമുമ്പിലുണ്ടല്ലോ. ഓരോ ഓഫ് കോഴ്സ് ഒത്തിരി അഭിപ്രായ വ്യത്യാസങ്ങളാണ്, പക്ഷെ നമുക്ക് പഠിക്കാമല്ലോ, മനസ്സിലാക്കാമല്ലോ, അത്രേ ഉള്ളൂ. എനിക്ക് ഓഫ് കോഴ്സ് ഞാൻ ഡിസ്റ്റർബ്ഡ് ആണോ എന്ന് ചോദിച്ചാൽ ഡിസ്റ്റർബ്ഡ് ആണ് ഞാൻ. എന്തുകൊണ്ട് ഈ 21st സെഞ്ച്വറിയിലും ഇത്തരത്തിലുള്ള കപട പരിപാടികളായിട്ട് ഇവർ വരുന്നു എന്ന് ചോദിക്കുമ്പോൾ വലിയ മണ്ടത്തരല്ലേ കാണിക്കുന്നത്. പക്ഷെ അതേ സമയത്ത് തന്നെ കൈയടിക്കുന്നവർ അപ്പുറത്തുണ്ട്. അവാർഡൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ചിരിച്ചെന്താ ഒന്ന് ആലോചിച്ച് നോക്കൂ. അവാർഡ് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചിരിക്കേണ്ടി വരുന്നൊരവസ്ഥ എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പ്രേക്ഷകർ കൊടുക്കുന്നൊരു സാധനം ഉണ്ടല്ലോ, എത്രമാത്രം ശ്രദ്ധ കൊടുക്കുന്നു എന്നുള്ളതാണ്. പിന്നെ എപ്പോഴും നെഗറ്റീവ്സിന് ഭയങ്കരമായ നമ്മളാണ് ആലോചിക്കേണ്ടതെന്നേ. അത് ഞാൻ അതായത് നമ്മുടെ ഉത്തരവാദിത്വം അതാണ്. ചിലയിടത്ത് നമ്മൾ ലീനിയൻസി കാണിക്കുന്നുണ്ട്. നടക്കട്ടെപ്പാ, നടക്കട്ടെ എന്ന് വിചാരിക്കുന്നിടത്താണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ടാണ് ഡിസ്കഷൻ മാറ്റിക്കൊണ്ട് പോകണേ ഇവര്. വേറൊന്നും പറയാനില്ല. വേറെ എന്തു പറഞ്ഞിട്ടും നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പ്രശ്നങ്ങളില്ലെന്നല്ല പറയുന്നത്, തിരുത്താൻ നമ്മൾ തയ്യാറാണല്ലോ. തിരുത്തൽ മനസ്സിലാവുന്നുണ്ടല്ലോ, തിരുത്തണം എന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. പിന്നെ ഇതൊക്കെ ഒരു വൺ ഫൈൻ ഡേ മോർണിംഗ് മാറേണ്ടതും അല്ലല്ലോ. ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഈ ഒരു ഇപ്പം നമ്മുടെ ശരീരത്തിലുള്ള രോഗങ്ങൾ പോലും നമ്മുടെ ശരീരം എത്രമാത്രം ക്ഷമിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തും റിപ്പയർ ചെയ്തുമാണെന്ന് അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞ രോഗം ഇപ്പം പുറത്തേക്ക് വന്നെങ്കിൽ ഇന്നുണ്ടായ രോഗമല്ല എന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ട്. ഞാനും അവിടെയാണ് എൻ്റെ റെസ്പോൺസിബിലിറ്റി പറയുന്നത്. ഞാനും റെസ്പോൺസിബിൾ ആണത്. അപ്പോൾ അതിന് സിനിമയിൽ മാത്രമല്ല, മൊത്തത്തിൽ സിനിമയിൽ കൂടെ മാത്രമല്ല, മൊത്തത്തിൽ പുറത്തിറങ്ങി നിന്ന് സംസാരിക്കേണ്ടടുത്ത് നമ്മൾ സംസാരിക്കണം. എനിക്ക് തോന്നുന്നു ചെറുപ്പക്കാരൊക്കെ ഇറങ്ങിത്തിരിക്കുന്ന എനിക്ക് തോന്നുന്നത്. പിന്നെ വേറെന്നുള്ളത്, വലിയ ഫോഴ്സ് ശ്രദ്ധയൊന്നും അതിന് കൊടുക്കാതെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ വല്ലാതെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോയാലും കോമഡിയാണ്. അങ്ങനെയുണ്ട്. എനിക്ക് അങ്ങനെ തോന്നിയില്ല. ഇതിലേക്ക് പോട്ടെ എന്ന് വിചാരിച്ചാൽ മതി. എനിക്ക് ഭയങ്കര തമാശ തോന്നുന്നുണ്ട്. എനിക്കെന്നല്ല, ഞാൻ ഇത്രയും ധൈര്യമായിട്ട് പറയാൻ കാരണം, ഇത്രയും പരത്തി പറയാൻ കാരണം, എൻ്റെ ചുറ്റിനുമുള്ളവർ
ഇപ്പോഴത്തെ ഞാൻ എന്താണ് എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. ഇപ്പോഴത്തെ ഞാൻ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാനിപ്പോൾ എന്താണ് സംസാരിക്കുന്നത്, ഞാൻ പറയുന്നത് ആരാണ് കേൾക്കുന്നത്, ഞാൻ എവിടെയാണ് ഇരിക്കുന്നത്, ഞാൻ എവിടെ നിന്നാണ് വന്നത്, ഇനി ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്, ഇതാണ് ഇപ്പോഴത്തെ ഞാൻ. അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോൾ ഞാൻ വലിയ കുഴപ്പമില്ല, ഞാൻ വളരെ സെൻസിബിളായിട്ടാണ്. ഇങ്ങനെ എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ചില ആൾക്കാർക്ക് ചിലയിടത്തേക്ക് പോകാതിരിക്കാൻ നിവൃത്തിയില്ല, അവരുടെ ഉപജീവന മാർഗമാണിത്, അല്ലേ? ഞാൻ അതിൽ എനിക്ക് പറയാൻ തോന്നുന്നില്ല. അപ്പോൾ അവർക്കത് പറഞ്ഞേ പറ്റുള്ളൂ. പല പല കാരണങ്ങൾ കൊണ്ട് അത് പറയുകയാണ്. മാക്സിമം അതിൽ നിന്നൊക്കെ വേറിട്ടിട്ട് മനുഷ്യനായിട്ട് കാണുക, ഈ ഹ്യൂമാനിറ്റി എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടാവല് വളരെ പ്രധാനം. അതൊക്കെ എന്തോരം ഉണ്ടെന്ന് എനിക്കറിയില്ല. പിന്നെ സമയത്തിന് യാതൊരു പ്രാധാന്യമില്ല. എന്താ പറയുക, സമയം ആണ് ദൈവം എന്നാണ് ഞാൻ പറയാ. നമ്മൾ ഈ സംസാരിച്ച് തുടങ്ങിയ മൊമെന്റ് ഇനി തിരിച്ചു കിട്ടില്ല. നമ്മൾ ഈ അല്ലെ ഈ ഒരു ഞൊടി തിരിച്ചു കിട്ടാൻ വലിയ പാടില്ല. അതിന് കൊടുക്കേണ്ട വാല്യൂ നമ്മൾ കൊടുക്കുന്നില്ല. പിന്നെ പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറല്ല, നമ്മൾ പ്രാർത്ഥിക്കാനാണ് പോകുന്നത്. ഞാൻ പറയാ, പ്രവൃത്തിയെ പ്രാർത്ഥനയാക്കിയാൽ മതി. പ്രാർത്ഥിക്കൽ എന്ന് പറയുന്നത് നമ്മളുള്ളത് മെഴുകുതിരി കൊടുത്തിരിക്കാനും വഴിപാട് കഴിക്കാനും നമ്മൾ പോകണം. ആ സമയം കൂടി ഞാൻ എൻ്റെ മനസ്സും ശരീരവും കൊടുത്ത്, അല്ലേ? അല്ലാണ്ട് ഞാൻ പരീക്ഷ പാസ്സാകാൻ ഞാൻ ഉടനെ ഒരു വഴിപാട്, ഒരു നേർച്ച ഇടാനാണ് ഞാൻ പോവുക. അപ്പം അവിടെയാണ് ഇത്തരത്തിലുള്ള ആൾക്കാർ കയറി പണി നടത്തുന്നത്. നമ്മുടെ ഒരു അരജ്ഞതയുണ്ട് ആ ഏരിയയെക്കുറിച്ച്. നമ്മുടെ ഒരു അറിവില്ലായ്മയോ ആത്മവിശ്വാസമില്ലായ്മയോ ഭയമോ ആർത്തിയോ നേരത്തെ പറഞ്ഞ മടിയോ ഇങ്ങനെ കുറേ ഉണ്ട്. ഇതിനെയൊക്കെയാണ് കൃത്യമായിട്ട് ഇവർ ഉപയോഗപ്പെടുത്തുന്നത്. പിന്നെ എൻ്റെ ഒരു കംഫർട്ട് ഉണ്ടല്ലോ, എൻ്റെ കംഫർട്ട്, പിന്നെ എൻ്റെ ഒരു സുഖം, എനിക്ക് ചുറ്റിനും കുറേ പേർ, ഞാൻ എന്തിനത് വെറുതെ വേണ്ടാന്ന് വയ്ക്കണേ എന്നൊക്കെ പറയുന്ന ചിന്തയിൽ നിന്നാണ് ഇതൊക്കെ വലുതായി വരുന്നത്. അപ്പോൾ അവിടെ എത്രമാത്രം ഞാൻ നിൽക്കണ്ട്, ഞാൻ എന്നെ ഒന്ന് ആലോചിച്ചാൽ മതി. ഞാൻ ഉറപ്പിച്ച് പറയാം, മുഴുവനൊന്നും അല്ലെങ്കിലും ഒരു പരിധിവരെ ആ കാര്യത്തിലൊക്കെ ഞാൻ എവിടെയെങ്കിലും ആണ്. അതെന്നെ വളരെ അടുത്തറിയാവുന്ന, നമുക്കൊരു പേഴ്സണൽ സ്റ്റാൻഡ് എടുക്കാറുണ്ട്, വളരെ കൃത്യമായിട്ട് പറയാറുണ്ട്. അതുകൊണ്ട് ഒത്തിരി അപ്രീതിയും ഒക്കെ ഞാൻ സമ്പാദിച്ചിട്ടുണ്ട്. അതെനിക്ക് പ്രശ്നമല്ല, കാരണം എപ്പോഴെങ്കിലും അത് അവർ മനസ്സിലാക്കും എന്നാണ് ഞാൻ. അവർ എന്ന് പറയുന്ന അവർ തന്നെയാണ്, വളരെ പ്രിയപ്പെട്ടവരാണ്. പക്ഷേ ഞാൻ അവരോട് കൃത്യമായിട്ട് തുറന്ന് കാര്യങ്ങൾ പറയാറുണ്ട്. ഇന്ന കാരണങ്ങൾ കൊണ്ട് ഞാൻ പറയാറുണ്ട്, അല്ലെങ്കിൽ എന്നെ തിരുത്തൂ എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ തല്ലൂ, പക്ഷേ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഉത്തരം പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ കൊല്ലുവോ എന്താ ചായക്കോ എന്ന് പറയാറുണ്ട്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് ആണടാ എന്ന് പറയാറുണ്ട്. അപ്പം അവർ പറയുന്നത് നമ്മൾ പറയുന്നതാണ് ഇംപ്ലിമെൻറ്റബിൾ അല്ലാത്ത കാര്യം എന്നാണ്, അതിൻ്റെ പ്രായോഗികതയെക്കുറിച്ചൊക്കെ പറയുന്നത്. അവർ പറയുന്നത് വളരെ അവസരവാദപരമായ കാര്യങ്ങളാണെന്നാണ് ഞാൻ തിരിച്ചു പറയാറ്. അതിങ്ങനെ കിടക്കും. അപ്പോൾ അതിൽ ഇതൊന്നും അല്ലെന്നേ. ഇത് സ്റ്റോറി 3ഉം 4ഉം ഒക്കെ വന്നാലും എനിക്ക് തോന്നുന്നില്ല ബേസിക് ആയിട്ട് നമ്മളൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കുന്നൊരു സമയമുണ്ടല്ലോ. അപ്പോൾ ഞാൻ ആലോചിക്കണം, മലയാളി ആലോചിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ തരത്തിലുള്ള ഒരു കളിയും നമ്മുടെ വന്നിട്ട് പോയല്ലോ. ഇപ്പം 2ന്റെ ട്രെയിലർ വന്നപ്പോൾ തന്നെ നമ്മൾ കണ്ടില്ലേ എന്തൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം വളരെ സന്തോഷം തോന്നിയത് കണ്ടപ്പോൾ. ചിലത് ഉരച്ച് നോക്കണം എങ്കിലും നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഇടയ്ക്ക് ചില ഡിസ്റ്റർബൻസ്, ഇപ്പൊ ഈ പേളില്ലേ, പവിഴം, അതുണ്ടാവുന്നത് എങ്ങനെയാണെന്ന് അറിയാലോ അല്ലെ വിഷ്ണു? കടലിലാണ്. പക്ഷെ ഡിസ്റ്റർബൻസ്, ആർട്ടിഫിഷ്യൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നത്? അതിനുള്ളിൽ ഒരു മുറിവുണ്ടാക്കി അതിൽ ഡസ്റ്റ്, ഫോറിൻ പാർട്ടിക്കിൾസ് ഇട്ട് കഴിയുമ്പോൾ അതിന് ചുറ്റിനും ഉണ്ടാവുന്നതാണ് പവിഴം, അല്ലേ? അപ്പോൾ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകുമ്പോഴാണ് ഒരു വളരെ വാല്യുബിൾ ആയിട്ടുള്ളൊരു പവിഴം അല്ലെങ്കിൽ ഒരു പേൾ ഉണ്ടാവുന്നത്. അപ്പോൾ ആ ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത് ഞാൻ ഈ പവിഴം ഉണ്ടാവാൻ അല്ലെങ്കിൽ പുതിയൊരു കൂട്ടായ്മ ഉണ്ടാവാനും അത് വളരെ രസമുള്ളൊരു ഭാവി ഉണ്ടാവാനുമായിട്ട് ഉണ്ടാകുന്ന ചെറിയ ചെറിയ ഓർമ്മപ്പെടുത്തലുകളായിട്ട് മാത്രം നമ്മളതിനെ കണ്ടാൽ മതി. ചെറിയ ഇടയ്ക്കൊന്ന് വീഴുകയൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ അതിനുശേഷം നമ്മൾ എഴുന്നേറ്റ് നടക്കുമല്ലോ. എനിക്ക് തോന്നുന്നു പൂർവാധികം ശക്തിയായിട്ട് നമ്മൾ എഴുന്നേറ്റ് നടന്നിരിക്കും എന്നുള്ളതാണ്. നടനാണല്ലോ ഇപ്പോൾ, ഒരു മുഴുവൻ സമയം നടൻ തന്നെ പറയാം. അപ്പോൾ ശരീര സൗന്ദര്യത്തിന്, വ്യായാമത്തിന്, ഭക്ഷണക്രമത്തിന് ഒക്കെ ഇപ്പോൾ എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്? ശരീര സൗന്ദര്യം എന്നതൊക്കെ ഭയങ്കര പെരിഫറായിട്ടുള്ള കാര്യമാണ്. ഞാനെപ്പോഴും ഓഫ് കോഴ്സ് ഫുഡ് നോക്കുന്നുണ്ട്. അതുപോലെ വ്യായാമം ഒക്കെ നോക്കുന്നത് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരും. പിന്നെ 50+ ആയി എനിക്ക്. അപ്പോൾ നാച്ചുറലി ഞാൻ ആരോഗ്യത്തൊക്കെ നോക്കണം. പിന്നെ മറ്റേതുണ്ടല്ലോ, നമ്മുടെ മനസ്സൊക്കെ ഒന്ന് സെറ്റാക്കി ഹാപ്പിയാക്കി വെച്ചാൽ തന്നെ നമ്മളുടെ ഈ പറയുന്ന വൈബ്രേഷൻസ് ഒക്കെ മാറും. അപ്പം ആ നിലയ്ക്ക് ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ ഉറങ്ങാനൊന്നും പറ്റാറില്ല. നമ്മുടെ ഒരു ജോലിയുടെ സ്വഭാവം കൊണ്ട്, നമ്മളുടെ ഒരു ആലോചനയുടെ ഒരു ക്രമപ്പെടുത്തലിൻ്റെ പ്രശ്നം കൊണ്ടൊക്കെ ആയിരിക്കും ഉറക്കം കുറച്ച് കുറവാണെന്ന് ശ്രദ്ധിക്കണം. കുറേ നല്ലപോലെ ഉറങ്ങണം എന്ന് പറയാറുണ്ട്, ഒന്നും പറ്റാറില്ല. പിന്നെ ഈ
ഒരിക്കലും അതിനൊരു മറ്റേ അലങ്കരിച്ച് വെക്കുകയല്ല. ഒരു ചിട്ട ഉണ്ടാവണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മളുടെ തോട്ട്സിന് നമ്മൾ ആലോചിക്കുന്നതിന് ആർക്കും പിടിച്ചിരുത്താൻ പറ്റില്ല. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ഒന്ന് കുറച്ചുകൂടി ഒന്ന് ക്രമപ്പെടുത്തുന്നതൊക്കെ ആഗ്രഹിക്കാറുണ്ട്. ഭക്ഷണമൊക്കെ മാക്സിമം ഞാൻ കുട്ടിക്കാലം പോലെ നമുക്കങ്ങനെ ശീലമുള്ളതുകൊണ്ട് എനിക്കങ്ങനെ മാക്സിമം വെജിറ്റേറിയൻ തന്നെയാണ് കഴിക്കുന്നത്. എഗ്ഗൊക്കെ പോലുള്ള വളരെ ചെറിയ പരിപാടികൾ മാത്രമേ നോൺ വെജ്, എങ്ങനെ നോൺ വെജ് എന്ന് വിളിക്കാൻ പറ്റില്ല, എന്നാലും ഞാൻ അത്രയൊക്കെ തന്നെ ആയിട്ടുള്ളൂ ഇപ്പോഴും. പിന്നെ ഹെൽത്തി ഫുഡ് ശ്രദ്ധിക്കാറുണ്ട്, ഓയിലി സംഭവങ്ങൾ മാക്സിമം ഒഴിവാക്കാറുണ്ട്. പിന്നെ പ്രോട്ടീൻ പരിപാടികളും ഒക്കെ അതിൽ ഞാൻ മറ്റേ സപ്ലിമെൻറ്റ്സ് ഒന്നും അല്ല, അല്ലാതെ തന്നെ പയറ്, ഇലക്കറികൾ, പച്ചക്കറികളൊക്കെ മാക്സിമം കഴിക്കുന്നു ഗർഭമുണ്ട്. അങ്ങനെ നോക്കണം. നടനായാലും ഇല്ലെങ്കിലും നമ്മളിവിടെ നിലനിൽക്കണം, ആരോഗ്യത്തിലുണ്ടാവണം, ആരോഗ്യമുള്ള ശരീരവും വേണമല്ലോ. അപ്പോൾ അതിനുള്ള പിന്നെ ഓഫ് കോഴ്സ് പ്രധാനമായിട്ടും എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ ലോറൽസിൽ, ഇതിൻ്റെ ഒരു ഗരിമയിൽ, ഇതിൻ്റെ ഒരു സെലിബ്രേഷൻ്റെ പുറംപകിട്ട്, കറക്റ്റ് വാക്ക് അതാണ്, പുറംപകിട്ടിൽ പെട്ടുപോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. മാക്സിമം അതിൽ വീഴാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനിത് പറയാൻ അത്രമാത്രം അർഹനാണെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് തോന്നിയത് അതാണ്. നമ്മൾ അതിൽ വീണാൽ പോയി. നമ്മൾ പലരെയും കാണുന്നുണ്ട് സെലിബ്രേഷനിൽ പെട്ടുപോയിട്ട്. നമുക്കിനി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നൊരു ബോധം ഉണ്ടായാൽ മതി. താങ്ക് യു ഫോർ ദിസ് ബ്യൂട്ടിഫുൾ ടൈം. കുറേ നേരം, എത്ര മണി, 12:40 നമ്മൾ സിനിമയിൽ നിന്ന് എവിടേക്കോ പോയി. ഒരുപാട് സംസാരിക്കാൻ പറ്റി. കുറെ കാലമായിട്ട് നമ്മൾ പല വഴികൾക്കിടയിൽ നിന്ന് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ വിഷ്ണുവിനോട് പറഞ്ഞില്ല, നമ്മൾ തമ്മിൽ സംസാരിച്ചിരുന്ന സമയത്തൊക്കെ അവിടെ ക്യാമറ ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഇത് ഒരുപക്ഷെ ഇത് ഒഴിവാക്കാമായിരുന്നു. അല്ല, എന്നാലും നമുക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടാവും. ഇനിയും നമുക്ക് ഇതുപോലെ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവട്ടെ വിഷ്ണു. എനിക്ക് വലിയ ഇഷ്ടമാണത്. എനിക്കൊരു സെൽഫ് നറിഷിങ് ഒരു പരിപാടിയാണത്. നമ്മൾ ഓരോ കൂട്ടായ്മ, ഓരോ ചർച്ചകൾ അല്ലെങ്കിൽ ഓരോ വർത്തമാനങ്ങൾ കഴിയുമ്പോഴും ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കാറുണ്ട്. ആ വർത്തമാനങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ നമ്മൾ പറഞ്ഞെടുത്ത് അബദ്ധമുണ്ടല്ലോ. പിന്നെ ഇപ്പം ഇതൊക്കെ റെക്കോർഡഡ് ആണല്ലോ. അപ്പോൾ ഇതൊക്കെ നാളെ പ്ലാറ്റ്ഫോമുകളിൽ റിലീസായി കഴിയുമ്പോൾ പല ആൾക്കാരും ഇങ്ങോട്ട് വിളിച്ച് നമ്മൾ ഓർമ്മിക്കുന്നു, നീ അങ്ങനെ എന്താ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുമ്പോഴാണ് നമ്മൾ ആലോചിക്കുക. അപ്പോൾ ഇപ്പം മുൻപുള്ളതുപോലെയല്ല, കുറെ കൂടെ റെസ്പോൺസിബിളായിട്ട് സംസാരിക്കണമെന്നും പ്രവർത്തിക്കണം എന്നുള്ള ബോധ്യവും കൂടെ ഉണ്ടായിട്ടുണ്ട്. അപ്പം എനിവേസ് ഇങ്ങനെയുള്ള ഇരിപ്പിരിക്കുമ്പോഴാണ് നമ്മളവിടെ വരെ കാര്യങ്ങൾ മനസ്സിലാക്കി എന്ന് മനസ്സിലാക്കാൻ കൂടി പറ്റിയൊരു അവസരമായത്. അങ്ങനത്തെ അവസരം ഉണ്ടാക്കിയതിന് വലിയ ഞാൻ വിഷ്ണുവിന്റെ കൂടി ഇരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. നല്ലൊരു സമയം തന്നതിന് നല്ല നമസ്കാരം. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler.